പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഡിസംബർ 18 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജൈഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് അറിവാണ്, നോളജ് ആണ്. നമ്മളുടെ അറിവ് വർദ്ധിക്കും തോറും നമുക്കുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസം. അത് വർദ്ധിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സമയമാണ്. നമ്മൾ അതിനുവേണ്ടി, അതായത് എന്തിലേക്കാണ് നമുക്ക് വിജയിക്കേണ്ടത്, അതിലേക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഡിസംബർ 18 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പത്മശ്രീ അവാർഡി എൻവയോൺമെന്റലിസ്റ്റ് തുളസി ഗൌഡ ഡൈസ് അറ്റ് 86 ഇൻ കർണാടക. പത്മശ്രീ പുരസ്കാര ജേതാവ് പരിസ്ഥിതി പ്രവർത്തക തുളസി ഗൌഡ കർണാടകയിൽ അന്തരിച്ചു. മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള തുളസി ഗൌഡ അന്തരിച്ച കാര്യം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കർണാടകയിൽ നിന്നുള്ള ഇതിഹാസ പരിസ്ഥിതി പ്രവർത്തകയായ തുളസി ഗൌഡ 2024 ഡിസംബർ 16 അന്തരിച്ചത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വൃക്ഷമാത, മരങ്ങളുടെ മാതാവ്. വൃക്ഷമാത അല്ലെങ്കിൽ മദർ ഓഫ് ട്രീസ് എന്നറിയപ്പെടുന്ന തുളസി ഗൌഡ ഡിസംബർ 16 അന്തരിച്ചു. കർണാടക സ്വദേശിയാണ്. മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് തുളസി ഗൌഡ അന്തരിച്ച കാര്യം. മദർ ഓഫ് ട്രീസ് എന്നറിയപ്പെടുന്ന ഇവർ 86ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടിടെ എത്ര മരങ്ങളാണ് തുളസി ഗൌഡ നട്ടുപിടിപ്പിച്ചത്? 30,000-ലധികം. 30,000 എബോ മരങ്ങളാണ് കഴിഞ്ഞ 6 ഡെക്കേഡ്സ്, അതായത് 6 പതിറ്റാണ്ടിനിടെ തുളസി ഗൌഡ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. മദർ ഓഫ് ട്രീസ് അല്ലെങ്കിൽ വൃക്ഷമാത എന്നറിയപ്പെടുന്ന തുളസി ഗൌഡ ഈ ഡിസംബർ 16 അന്തരിച്ചു. മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം അത്രയും പ്രാധാന്യമുള്ള, അത്രയും പ്രശസ്തിയായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇന്നത്തെ മിക്കവാറും എല്ലാ ഹിന്ദു പത്രം, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാത്തിലും ഇവരെ കുറിച്ച് വന്നിട്ടുള്ളത്. ഏത് വർഷമാണ് തുളസി ഗൌഡയെ പത്മശ്രീ നൽകി ആദരിച്ചത്? 2021. 2021 പത്മശ്രീ ജേതാവാണ് തുളസി ഗൌഡ, ദ മദർ ഓഫ് ട്രീസ് അല്ലെങ്കിൽ വൃക്ഷമാത. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: INS നിർദ്ദേശക് ഇന്ത്യൻ നേവി ന്യൂ സർവേ ഷിപ്പ് കമ്മീഷൻഡ്. INS നിർദ്ദേശക് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ സർവേ കപ്പൽ കമ്മീഷൻ ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്, അതായത് INS നിർദ്ദേശക് എന്ന സർവേ ഷിപ്പ്, സർവേ കപ്പൽ കമ്മീഷൻ ചെയ്ത കാര്യം. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. INS നിർദ്ദേശക് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ സർവേ കപ്പൽ ഏത് തീയതിയിലാണ് കമ്മീഷൻ ചെയ്യുന്നത്? 18 ഡിസംബർ 2024. ഇന്ന് ഡിസംബർ 18, ഇന്നാണ് ഇന്ത്യൻ നേവിയുടെ നിർദ്ദേശക് എന്ന ഒരു സർവേ കപ്പൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. INS നിർദ്ദേശക് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ സർവേ കപ്പൽ ഏത് കപ്പൽശാലയിലാണ് നിർമ്മിച്ചത്? കൊൽക്കത്ത. കൊൽക്കത്തയിലുള്ള കപ്പൽശാലയാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. GRSE എന്നറിയപ്പെടുന്ന ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിലാണ് INS നിർദ്ദേശക് എന്ന സർവേ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് സർവേ കപ്പലിലെ ഏറ്റവും വലിയ 2ാമത്തെ സർവേ കപ്പലാണ് നിർദ്ദേശക്. എന്നാൽ ഈ കപ്പലിന്റെ കമ്മീഷൻ നടക്കാൻ പോകുന്നത് ഡിസംബർ 18-ാം തീയതി വിശാഖപട്ടണത്തുള്ള നേവൽ ഡോക്യാർഡിലാണ്. അപ്പൊ ഈ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത് GRSE കൊൽക്കത്ത. എന്നാൽ ഇതിന്റെ കമ്മീഷനിങ്, അതായത് ഇന്ത്യൻ നേവിയിലേക്ക് എടുക്കാൻ പോകുന്നത് ഡിസംബർ 18-ന് നേവൽ ഡോക്യാർഡ് ഇൻ വിശാഖപട്ടണം. ഇന്ത്യയിൽ എത്ര സർവേ കപ്പലുകളുണ്ട്? 4 സർവേ കപ്പലുകൾ. ഇന്നിപ്പോൾ 2ാമത്തെ ഏറ്റവും വലിയ സർവേ കപ്പൽ ആണ് നിർദ്ദേശക്. എന്നാൽ ഇന്ത്യക്ക് 4 സർവേ കപ്പൽ ആണുള്ളത്, ചെറുതും വലുതുമായിട്ട്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ഹെഡിംഗ് ആണ്: ഉത്തരാഖണ്ഡ് എയിംസ് ടു ബിക്കം ദി ഫസ്റ്റ് സ്റ്റേറ്റ് വിത്ത് എ ഡെഡിക്കേറ്റഡ് യോഗ പോളിസി. സമർപ്പിത യോഗ നയമുള്ള ആദ്യ സംസ്ഥാനമാകാനാണ് ഉത്തരാഖണ്ഡ് ലക്ഷ്യമിടുന്നത്. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കറണ്ട് അഫേഴ്സ് ആണ്, യോഗ ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സമർപ്പിത യോഗ നയമുള്ള ആദ്യ സംസ്ഥാനമാകാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുമ്പോൾ ഒരു സമർപ്പിത യോഗ പോളിസി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു, പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. എങ്ങനെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംസ്ഥാനമായിരിക്കുള്ളൂ ഉത്തരാഖണ്ഡ് ഇത്തരത്തിലുള്ള യോഗ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന, പ്രാവർത്തികമാക്കാൻ പോകുന്ന സ്റ്റേറ്റ്. ഏത് അവസരത്തിലാണ് ഉത്തരാഖണ്ഡ് സമർപ്പിത യോഗ നയം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്?
10th ആയുർവേദ കോൺഗ്രസ് ആൻഡ് ആരോഗ്യ എക്സ്പോ 2024. 10ാമത്തെ ആയുർവേദ കോൺഗ്രസ് ആരോഗ്യ എക്സ്പോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ആണ് ഡെറാഡൂൺ. ഇവിടെയാണ് ഇപ്പോൾ 10ാമത്തെ ആയുർവേദ കോൺഗ്രസ് ആരോഗ്യ എക്സ്പോ 2024 നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഉത്തരാഖണ്ഡ് അനൗൺസ് ചെയ്തിട്ടുള്ളത്, അതായത് ദ ഫസ്റ്റ് യോഗ പോളിസി അത് പ്രാവർത്തികമാക്കാൻ പോകുന്ന കാര്യം. ആദ്യത്തെ ആയുർവേദ കോൺഗ്രസ് നടന്നിട്ടുള്ളത് കൊച്ചിയിലാണ്. ഇതിനെക്കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ നേരത്തെ നൽകിയിരുന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? പുഷ്കർ സിംഗ് ധാമി. പുഷ്കർ സിംഗ് ധാമിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അതായത് ഉത്തരാഖണ്ഡിൽ യോഗ പോളിസി പ്രാവർത്തികമാക്കാൻ പോകുന്ന കാര്യം. ഇത് 10ാമത്തെ ആയുർവേദ കോൺഗ്രസ് ആൻഡ് ആരോഗ്യ എക്സ്പോ ഈ ഒരു അവസരത്തിലാണ് പുഷ്കർ സിംഗ് ധാമി, ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. വിനീഷ്യസ് ആൻഡ് ബോൺമതി വിൻ ദി ഫിഫ ബെസ്റ്റ് അവാർഡ്സ്. ഫിഫ ബെസ്റ്റ് അവാർഡ്സ് പ്രഖ്യാപിച്ചു. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഒരു വാർത്തയാണ്, അതായത് വിനീഷ്യസ് ആൻഡ് ബോൺമതി വിൻ ദി ഫിഫ ബെസ്റ്റ് അവാർഡ്സ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഫിഫ മികച്ച പുരുഷ താരത്തിനുള്ള അവാർഡ് നേടിയത് ആരാണ്? വിനീഷ്യസ് ജൂനിയർ. ഒരു ബ്രസീലിയൻ താരമാണ് വിനീഷ്യസ് ജൂനിയർ. വിന്നി ജൂനിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന വിനീഷ്യസ് ജൂനിയർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിഫ ബെസ്റ്റ് മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളത്. 2024 ഫിഫയുടെ മികച്ച വനിതാ താരത്തിനുള്ള അവാർഡ് 2ാം തവണ നേടിയത് ആരാണ്? ഐറ്റാന ബോൺമതി. സ്പെയിൻ താരമായിട്ടുള്ള ഐറ്റാന ബോൺമതിയാണ് 2ാമത്തെ പ്രാവശ്യം ഫിഫ ബെസ്റ്റ് വുമൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും ഐറ്റാന ബോൺമതിയാണ് ഈ അവാർഡ് നേടിയിട്ടുള്ളത്. സ്പെയിൻ നാഷണൽ ടീമിലെ അംഗവും ലിഗ എഫ് ക്ലബ് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന മിഡ്ഫീൽഡറാണ് ഐറ്റാന ബോൺമതി. 2ാമത്തെ പ്രാവശ്യമാണ് ഫിഫ ബെസ്റ്റ് വുമൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടുന്നത്. ഒരു ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സ് ആണ്. മാഗ്നിറ്റ്യൂഡ് 7.3 earthquake causes widespread damage in Vanuatu. റിക്ടർ സ്കെയിൽ 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വനോട്ടുവിൽ വ്യാപക നാശം വിതച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണിത്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 17 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായത് ഏത് പസഫിക് ദ്വീപ് രാഷ്ട്രത്തിലാണ്? വനോട്ടു ദ്വീപ് രാഷ്ട്രം. പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് ആണ് വനോട്ടു. ഈ ഒരു ദ്വീപ് രാഷ്ട്രത്തിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഡിസംബർ 17 7.3 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. വനോട്ടു എന്നത് ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ എത്ര ദ്വീപുകൾ ചേർന്ന രാജ്യമാണ് വനോട്ടു? 83 ദ്വീപുകൾ. 83 ദ്വീപുകൾ അടങ്ങുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അത് വനോട്ടു. ഇത് പസഫിക് സമുദ്രത്തിലാണ്. ഏതാണ്ട് ഓസ്ട്രേലിയയുടെ കിഴക്ക് ഭാഗത്ത് വരുന്ന ദ്വീപ സമൂഹം. ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഭൂകമ്പം. വനോട്ടുവിന്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് വില. പോർട്ട് വില എന്ന ആ ഒരു ചെറിയൊരു സിറ്റി, ഇതിനടുത്ത് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുള്ളതും. വനോട്ടു എന്ന് പറയുന്ന രാജ്യം 83 ദ്വീപുകൾ അടങ്ങുന്ന ഒരു രാജ്യമാണ്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണിത്. ഷാക്കിബ് അൽ ഹസൻ ബാൻ ഫ്രം ബൗളിംഗ് ഇൻ ഓൾ കോമ്പറ്റീഷൻ. ഷാക്കിബ് അൽ ഹസനെ എല്ലാ മത്സരങ്ങളിലും ബൗളിംഗ് നിന്ന് വിലക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഷാക്കിബ് അൽ ഹസൻ, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ വിലക്കിയിട്ടുള്ളത്? നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് കളിക്കാരനെയാണ് അന്താരാഷ്ട്ര മത്സരങ്ങളുടെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും അടുത്തിടെ വിലക്കിയത്? ഷാക്കിബ് അൽ ഹസൻ. ബംഗ്ലാദേശിന്റെ ഒരു ബൗളർ ആണ് ഷാക്കിബ് അൽ ഹസൻ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ ഫോർമാറ്റ്, അതായത് വൺ ഡേ, ഇന്റർനാഷണൽ, T20, ടെസ്റ്റ് മത്സരങ്ങളിൽ ഇതിൽ നിന്ന് വിലക്കിയിട്ടുള്ളത്. എന്ത് കാരണത്താലാണ് ഷാക്കിബ് അൽ ഹസനെ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിലക്കിയത്? സംശയാസ്പദമായ ബൗളിംഗ് ആക്ഷൻ. സസ്പെക്ട് ബൗളിംഗ് ആക്ഷൻ, അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആക്ഷനിൽ വന്നിട്ടുള്ള ചില സംശയങ്ങളാണ് അദ്ദേഹത്തെ എല്ലാ മത്സരങ്ങളിൽ നിന്നും അദ്ദേഹത്തെ വിലക്കിയിട്ടുള്ളത്. ഷാക്കിബ് അൽ ഹസന്റെ ഫൗൾ ബൗളിംഗ് ആക്ഷനെതിരെ ഏത് രാജ്യമാണ് പരാതിപ്പെട്ടത്? ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ്, ECB. ECB എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡാണ് ഷാക്കിബ് അൽ ഹസനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ വിലക്കിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. വിസ ഫ്രീ ട്രാവൽ ടു റഷ്യ ഫോർ ഇന്ത്യൻസ് ഫ്രം 2025. 2025 മുതൽ ഇന്ത്യക്കാർക്ക് റഷ്യയിലേക്കുള്ള വിസ രഹിത യാത്ര.
ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. 2025 വിസയില്ലാതെ ഇന്ത്യൻ യാത്രക്കാരുടെ രാജ്യത്തേക്കുള്ള പ്രവേശനം ഏത് ഏഷ്യൻ രാജ്യമാണ് ലളിതമാക്കുന്നത്? റഷ്യ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് റഷ്യ ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ തന്നെ റഷ്യയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു പോളിസിയിലേക്ക് മാറുകയാണ്. എന്നാൽ ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ റഷ്യ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് വിസയില്ലാതെ തന്നെ ആ രാജ്യത്തേക്ക് പോകാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. 2025 കൂടിയാണ് വിസ ഫ്രീ ട്രാവൽ ടു റഷ്യ ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.